ഇടുക്കി വിഷൻ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designing in the Proudy, Gayatri Designs. Ladies wear, gents wear and kids wear in all categories. Gayatri Designs Wedding Center, Kattapana, Thodupuzha. നമസ്കാരം. ഇടുക്കി വിഷൻ വാർത്തകളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. വിറകിലോടുമായി പോയ പിക്കപ്പ് വാൻ തലകീഴായി മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. മുരിക്കടി സ്വദേശികളായ തങ്കരാജ തമിഴ്സെൽവി ദമ്പതികളുടെ മകൻ അനീഷാണ് അപകടത്തിൽ മരിച്ചത്. 1951 പട്ടയക്കുടി ആദിവാസികൾക്കായി ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും കൂടി നൽകിയ കുടിപ്പള്ളിക്കടവും സ്ഥലവും വണ്ണപ്പുറം പഞ്ചായത്ത് അധികാരികൾ ലേലം ചെയ്ത് കൃഷി ആവശ്യത്തിനായി സ്വകാര്യ വ്യക്തിക്ക് നൽകിയതായി ആരോപണം. ഒഴിപ്പിക്കൽ നടപടികൾക്ക് നിയന്ത്രണമായതോടെ മൂന്നാറിൽ വീണ്ടും അനധികൃത നിർമ്മാണം തകൃതിയിൽ. കുമളി 1-ാം മൈലിൽ വെച്ച് മാധ്യമപ്രവർത്തകന് മർദ്ദനം. വീക്ഷണം കുമളി റിപ്പോർട്ടർ അനൂപ് സ്കറിയയ്ക്കാണ് മർദ്ദനമേറ്റത്. തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന ഈനാമ്പേച്ചിയുടെ ശൽക്കങ്ങളുമായി 4 പേർ വനംവകുപ്പിന്റെ പിടിയിലായി. വിശദമായ വാർത്തകളിലേക്ക്. വിറകിലോടുമായി പോയ പിക്കപ്പ് വാൻ തലകീഴായി മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. മുരിക്കടി സ്വദേശികളായ തങ്കരാജ് തമിഴ്സെൽവി ദമ്പതികളുടെ മകൻ അനീഷാണ് അപകടത്തിൽ മരിച്ചത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം. വണ്ടിപ്പെരിയാർ ഡൈമുക്ക് എസ്റ്റേറ്റിലെ 5 മുറിയിൽ വെച്ചായിരുന്നു അപകടമുണ്ടായത്. സ്വകാര്യ തോട്ടത്തിൽ നിന്നും വെള്ളാരക്കുന്ന് ഭാഗത്തേക്ക് പോകുകയായിരുന്ന പിക്കപ്പ് വാൻ വീതി കുറഞ്ഞ ചെങ്കുത്തായ കയറ്റത്തിൽ വാഹനം റിവേഴ്സ് ഗിയറിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് അപകടമുണ്ടാകുന്നത്. വാഹനം റിവേഴ്സ് ഗിയറിൽ പോകുന്നതിനിടയിൽ റോഡിലെ കൽക്കെട്ടിലെ ഒരു ഭാഗം ഇടുകയും നിയന്ത്രണം നഷ്ടപ്പെട്ട് പിക്കപ്പ് വാൻ തലകീഴായി മറിയുകയും ചെയ്തു. വാഹനത്തിനുള്ളിൽ നിന്നും താഴെ വീണ അനീഷിന്റെ ദേഹത്തേക്ക് വിറക് കെട്ടുകൾ മുഴുവൻ വീഴുകയായിരുന്നു. ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ കൂടെയുണ്ടായിരുന്നവർ ഡൈമുക്കിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. സംസ്കാരം പിന്നീടാണ് നടക്കുക. ഏക സഹോദരി ലക്ഷ്മിയാണ്. ഇടുക്കി വിഷൻ ന്യൂസ്, വണ്ടിപ്പെരിയാർ. നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞു. ജീവനക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കൊട്ടാരക്കര ദിണ്ടുഗൽ ദേശീയപാതയിൽ വണ്ടിപ്പെരിയാർ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിന് മുൻവശത്താണ് വെള്ളിയാഴ്ച പുലർച്ചെ 4 മണിയോടെ അപകടമുണ്ടായത്. വെള്ളിയാഴ്ച പുലർച്ചെ 4 മണിയോടെയാണ് അപകടം. ഡ്രൈവർ ഉറങ്ങിയതോടെ നിയന്ത്രണം വിട്ട ലോറി റോഡിന് വശത്തെ പാറക്കെട്ടിലിടിച്ച് റോഡിലേക്ക് തന്നെ മറിയുകയായിരുന്നു. തമിഴ്നാട്ടിലെ മധുരയിൽ നിന്നും കൊച്ചിയിലേക്ക് കാർബൺ പൗഡറുമായി പോകുകയായിരുന്നു ലോറി. ഡ്രൈവർ കമ്പം സ്വദേശി രാജീവ് ഗാന്ധി, ഏലപ്പാറ സ്വദേശി പെരുമാൾ എന്നിവരാണ് ലോറിയിലുണ്ടായിരുന്നത്. പടുത ഉപയോഗിച്ച് ലോഡ് മൂടിയിരുന്നതിനാൽ പൗഡർ പ്രദേശത്ത് പടർന്നില്ല. ഇടുക്കി വിഷൻ ന്യൂസ്, വണ്ടിപ്പെരിയാർ. 1951 പട്ടയക്കുടി ആദിവാസികൾക്കായി ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും കൂടി നൽകിയ കുടിപ്പള്ളിക്കടവും സ്ഥലവും വണ്ണപ്പുറം പഞ്ചായത്ത് അധികാരികൾ ലേലം ചെയ്ത് കൃഷി ആവശ്യത്തിനായി സ്വകാര്യ വ്യക്തിക്ക് നൽകിയതായി ആരോപണം. സ്ഥലം തിരികെ നൽകിയില്ലെങ്കിൽ സമരം ആരംഭിക്കുമെന്നും ആദിവാസികൾ. 1951 ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും മൂന്നാർ സന്ദർശിക്കുവാനായി എത്തിയപ്പോൾ അന്നത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ നേര്യമംഗലം ഫോറസ്റ്റ് ഗസ്റ്റ് ഹൌസിൽ വെച്ച ആദിവാസി മൂപ്പന്മാരായ പണി ഊരാളിൽ രാമനും നിലപ്പാറ രാമനും ചേർന്ന് നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയും നേരിൽ കണ്ട ഒരു സ്കൂളിനായുള്ള ആവശ്യം ഉന്നയിക്കുകയും തുടർന്ന് നെഹ്റുവും ഇന്ദിരാഗാന്ധിയും മൂപ്പന്മാരുടെ ആവശ്യം അംഗീകരിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് 1951 പട്ടയക്കുടിയിൽ സ്ഥാപിച്ച കുടിപ്പള്ളിക്കടവും സ്ഥലവുമാണ് പഞ്ചായത്ത് അധികൃതർ ഇപ്പോൾ അനധികൃതമായി സ്വകാര്യ വ്യക്തികൾക്ക് കൃഷി ചെയ്യുവാനായി ലേലം ചെയ്ത് നൽകിയിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് സ്കൂൾ അപ്ഗ്രേഡ് ചെയ്യണം എന്ന ആവശ്യമുന്നയിച്ച് ആദിവാസികളുടെ കയ്യിൽ നിന്നും ഒപ്പിട്ടു വാങ്ങി 3 കിലോമീറ്റർ അകലെയുള്ള ആനക്കുഴിയിലേക്ക് സ്കൂൾ മാറ്റുകയും ചെയ്തിരുന്നു. ഇതോടെ ഈ സ്ഥലത്തിനായി പഞ്ചായത്തും ഫോറസ്റ്റും അവകാശവാദവുമായി എത്തി. 4.5 ഏക്കറോളം വരുന്ന ഈ സ്ഥലത്താണ് ആദിവാസികളുടെ പൂർവികരെ അടക്കം ചെയ്തിരിക്കുന്നതും. ഇപ്പോൾ ഇവിടെ പൂജ നടത്തുവാൻ പോലും പഞ്ചായത്ത് അനുവദിക്കുന്നില്ല എന്നും ആദിവാസി മൂപ്പൻ ദാമോദരൻ പറഞ്ഞു. കെട്ടിടം നെഹ്റുവും ഇന്ദിരാഗാന്ധിയും കൂടെ അനുവദിച്ചു തന്നതായിരുന്നു. ആ കെട്ടിടം അവിടെ കുറെ കാലം നിന്നു. അതിനുശേഷം പഞ്ചായത്തുകാർ വന്ന് ആ കെട്ടിടം പൊളിച്ച് കൊണ്ടുപോവുകയും ചെയ്തു. ഇപ്പോൾ ആ സ്ഥലം ഞങ്ങൾക്ക് വിട്ടുതരാതെ കണ്ട് അവർ ഇപ്പോൾ ബലമായി കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥലം ഞങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒത്തിരി പരാതികളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ റേഞ്ച് ഓഫീസർമാരൊക്കെ വന്ന് അന്വേഷണവും നടത്തിയിട്ടുണ്ട്. 1951 നേര്യമംഗലം, ഊന്നുകൽ, മുളപ്പുറം എന്നീ സ്ഥലങ്ങളിൽ നിന്നും 40 കിലോമീറ്റർ തലച്ചുമടായാണ് സാധനങ്ങൾ ഇവിടെ എത്തിച്ച സ്കൂൾ പണിതെന്നും അന്ന് ഇവിടെ പഠിച്ച മിക്ക വിദ്യാർത്ഥികളും മികച്ച ജോലി ചെയ്യുന്നുണ്ടെന്നും സ്കൂളിനായി ആദിവാസികൾ തന്നെ വിട്ടു നൽകിയ സ്ഥലമാണ്
പഞ്ചായത്ത് അന്യായമായി ലേലം ചെയ്തതെന്നും ഇവർ ആക്ഷേപിക്കുന്നു. ആദിവാസികളുടെ ക്ഷേമത്തിനായി കേന്ദ്ര സർക്കാരും നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോഴും പട്ടയക്കുടിയിലെയും പരിസര പ്രദേശങ്ങളിലുമായി വരുന്ന 35ഓളം ഊരാളി കുടുംബങ്ങൾക്കായി സർക്കാർ യാതൊന്നും ചെയ്യുന്നില്ല എന്നും വാഹനങ്ങൾ കടന്നുപോരാൻ ആവശ്യമായ ഒരു വഴി പോലും ഇവിടെ ഇല്ല എന്നും വാർഡിന്റെ വികസനത്തിനായി മുന്നിട്ടിറങ്ങേണ്ട മെമ്പർ കിലോമീറ്റർ അകലെയുള്ള കോടികുളം സ്വദേശിയായതുകൊണ്ട് യാതൊരു തരത്തിലുള്ള വികസനവും ഇവിടെ നടക്കുന്നില്ല എന്നും ഇവർ ആക്ഷേപിച്ചു. തങ്ങളുടെ പൂർവികരെ അടക്കിയിരിക്കുന്ന മണ്ണ് തിരികെ നൽകിയില്ല എങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ഇവർ പറയുന്നു. ലാജി പ്ലാത്തോട്ടം, ഇടുക്കി വിഷൻ ന്യൂസ്, പഴയരിക്കണ്ടം. ഒഴിപ്പിക്കൽ നടപടികൾക്ക് നിയന്ത്രണമായതോടെ മൂന്നാറിൽ വീണ്ടും അനധികൃത നിർമ്മാണം തകൃതിയിൽ. പള്ളിവാസൽ ചിത്രപുരം മേഖലയിലാണ് നിരോധന ഉത്തരവുകൾ കാറ്റിൽ പറത്തി റിസോർട്ടുകൾ നിർമ്മിക്കുന്നത്. നിരോധന ഉത്തരവുകളും നിയന്ത്രണങ്ങളുമൊന്നും മൂന്നാറിലെ കയ്യേറ്റ മാഫിയകൾക്ക് പ്രശ്നമല്ല. കഴിഞ്ഞ മാസം വരെ കയ്യേറ്റങ്ങൾക്കെതിരെ നടന്നു വന്നിരുന്ന നടപടികൾക്ക് ഇടക്കാല നിയന്ത്രണം വന്നതോടെ അനധികൃത നിർമ്മാണങ്ങൾ വീണ്ടും ശക്തമായി. ചിത്തിരപുരം പള്ളിവാസൽ മേഖലയിലാണ് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ വീണ്ടും ശക്തി പ്രാപിച്ചിരിക്കുന്നത്. 7 മുതൽ 12 നിലകൾ വരെയുമുള്ള കെട്ടിടങ്ങളാണ് ഇപ്പോൾ ഇവിടെ പണിയുന്നത്. മൂന്നാറിൽ 2 നിലകളിൽ കൂടുതൽ ഉയരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതിയില്ലെങ്കിലും ഭൂമാഫിയകളുടെ സ്വാധീനം മൂലം വിലക്കുകൾക്കതീതമായി 15 നിലകൾ വരെയുമാണ് നിർമ്മിക്കുന്നത്. ദേവികുളം സബ് കളക്ടർ ശ്രീറാം വെങ്കിട്ടരാമന്റെ നേതൃത്വത്തിൽ നടന്നു വന്നിരുന്ന ഒഴിപ്പിക്കൽ നടപടികൾ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിന് ശേഷം നിലച്ചതോടെയാണ് അനധികൃത നിർമ്മാണം വീണ്ടും ശക്തിയായത്. നടപടിയെടുക്കുമെന്ന് പറയുന്ന ജില്ലാ ഭരണകൂടം മൗനം പാലിക്കുന്നതായും ആക്ഷേപമുണ്ട്. ബിജു വൈശൻ പറമ്പിൽ, ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കുമളി 1-ാം മൈലിൽ വെച്ച് മാധ്യമപ്രവർത്തകന് മർദ്ദനം. വീക്ഷണം കുമളി റിപ്പോർട്ടർ സനൂപ് സ്കറിയയ്ക്കാണ് മർദ്ദനമേറ്റത്. ഓഫീസും തകർത്തു. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ശേഷമാണ് സംഭവം. കുമളി 1-ാം മൈലുള്ള വീക്ഷത്തിന്റെ ഓഫീസിൽ കയറിയാണ് ബൈക്കിലെത്തിയ 2-അംഗ സംഘം സനൂപ് സ്കറിയെ മർദ്ദിച്ചത്. ഓഫീസ് സ്റ്റാഫിനെ അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയമാണ് അക്രമത്തിൽ കലാശിച്ചതും. വീക്ഷത്തിന്റെ ഓഫീസ് പൂർണ്ണമായും തല്ലി തകർത്തു. മേശ, കമ്പ്യൂട്ടർ എന്നിവയെല്ലാം തകർത്ത നിലയിലാണ് കാണപ്പെട്ടതും. പരിക്കേറ്റ സനൂപ് സ്കറിയ കുമളി ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയും തേടി. ഓഫീസിൽ അതിക്രമിച്ചു കയറുകയും ഓഫീസിലെ കമ്പ്യൂട്ടറടക്കമുള്ള സാധനങ്ങൾ തല്ലി തകർത്തതിന് ശേഷം സംഭവത്തിൽ കോൺഗ്രസ് കുമളി മണ്ഡലം കമ്മിറ്റിയും തേക്കടി പ്രസ് ക്ലബ്ബും പ്രതിഷേധമറിയിക്കുകയും ചെയ്തു. അക്രമം നടത്തിയവരെ എത്രയും വേഗം കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ടു. ഇടുക്കി വിഷൻ, കുമളി. തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന ഈനാംപേച്ചിയുടെ ശൽക്കങ്ങളുമായി 4 പേർ വനംവകുപ്പിന്റെ പിടിയിലായി. പിടിയിലായവരിൽ 2 പേർ തമിഴ്നാട് സ്വദേശികളാണ്. കുമളി ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് ഇവരെ പിടികൂടിയത്. തമിഴ്നാട് ഉത്തമപാളയം മംഗളാദേവി അടിവാരം സ്വദേശികളായ പാൽപ്പാണ്ടി, ഈശ്വരൻ, അണക്കര ചക്കവള്ളം പെരുന്നിലം ബിനോയ്, വണ്ടിപ്പെരിയാർ വാളാടി കന്നിമാർച്ചോല കൊച്ചുപറമ്പിൽ ആന്റണി എന്നിവരാണ് വനംവകുപ്പിന്റെ പിടിയിലായത്. വ്യാഴാഴ്ച 4 മണിയോടെ കുമളി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നാണ് പ്രതികൾ പിടിയിലായതും. പ്ലാസ്റ്റിക് ചാക്കിനകത്ത് സൂക്ഷിച്ച നിലയിലായിരുന്നു ശൽക്കങ്ങൾ. മംഗളാദേവിക്ക് സമീപമുള്ള പളിയക്കുടി മേഖലയിൽ നിന്നുമാണ് ഇവ ശേഖരിച്ചതായിട്ട് പ്രതികൾ പറയുന്നത്. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് ഇവ വിൽപ്പനയ്ക്കായിട്ട് കൊണ്ടുവന്നതായിട്ടാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇന്റലിജൻസ് വിഭാഗത്തിൽ നിന്ന് രഹസ്യവിവരം ലഭിച്ചതനുസരിച്ച് കുമളി ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഒരു വന്യജീവി വ്യാപാരം നടക്കുന്നു എന്നുള്ള രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വന്ന് പരിശോധിച്ചതിൽ 4 പേര് ഒരു മഞ്ഞ ബിഗ് ഷോപ്പറുമായിട്ട് കാണുകയും അവരെ ഞങ്ങൾ ആളുകൾ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇവർ മാറാൻ ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ അവരെ ഞങ്ങൾക്ക് ബിഗ് ഷോപ്പർ മേടിച്ച് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഉറുമ്പുതീനി എന്ന് പറയുന്ന ജീവിയുടെ ശൽക്കങ്ങൾ കാണുകയും അതനുസരിച്ച് നമ്മളിവരെ അറസ്റ്റ് ചെയ്യുകയും 4 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. 2 പേര് തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ്, 2 പേര് കേരളത്തിൽ നിന്നുള്ളവരാണ്. ആഭിചാര ക്രിയകൾക്കും മരുന്നിനുമായിട്ട് ഇവ ഉപയോഗിക്കുമെന്ന് പറയപ്പെടുന്നു. കട്ടപ്പന ഫ്ലൈയിംഗ് സ്ക്വാഡും കുമളി റേഞ്ചിലെ ചെല്ലാറുകോവിൽ സെക്ഷൻ വനപാലകരും ചേർന്നാണ് പ്രതികളെ പിടികൂടിയിരിക്കുന്നതും. ഇടുക്കി വിഷൻ, കുമളി. അധികാരികളുടെ അനാസ തുടരുന്നതിനാൽ വിദ്യാർത്ഥികൾ മഴ നനഞ്ഞ് പഠിക്കേണ്ട അവസ്ഥയിലാണ്. ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കാണ് ഈ ദുരവസ്ഥ. മഴ പെയ്യുമ്പോൾ തകർന്ന ഷീറ്റുകൾക്കിടയിലൂടെ ചോർന്നൊലിക്കുന്നതിനാൽ ക്ലാസ് അവസാനിപ്പിക്കേണ്ട അവസ്ഥയാണ് ഇവിടെയുള്ളത്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത കെട്ടിടത്തിൽ ചില ക്ലാസുകൾ പ്രവർത്തിക്കുന്നുമുണ്ട്. ഭിത്തിയിൽ വിള്ളൽ രൂപപ്പെട്ട നിലയിലുമാണ്. കൃത്യമായ മെയിന്റനൻസ് ജോലികൾ പൂർത്തിയാക്കാത്തതാണ് കെട്ടിടത്തിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണമായിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഹൈടെക് സ്കൂൾ പദ്ധതിയിലേക്ക് ഈ സ്കൂളിനെ തിരഞ്ഞെടുത്തിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ജില്ലാ പഞ്ചായത്ത് അധികൃതർ സ്കൂൾ സന്ദർശിച്ചിരുന്നുവെങ്കിലും നടപടികൾ കടലാസിൽ ഒതുങ്ങുകയാണ്. ഇടുക്കി വിഷൻ ന്യൂസ്, വണ്ടിപ്പെരിയാർ. കോഴിക്കുഞ്ഞ് വിതരണത്തിൽ അഴിമതി എന്ന ആരോപണവുമായി നാട്ടുകാരും ഉപഭോക്താക്കളും രംഗത്ത്.
കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് കൽത്തൊട്ടി മൃഗാശുപത്രിയിൽ നടന്ന കോഴിക്കുഞ്ഞ് വിതരണത്തിലാണ് അഴിമതി കണ്ടെത്തിയിരിക്കുന്നത്. ഈ സാമ്പത്തിക വർഷം കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥ കൽത്തൊട്ടി മൃഗാശുപത്രിയിലെ ഡോക്ടറാണ്. ഗ്രാമസഭ വഴിയാണ് ഇതിനായുള്ള ഗുണഭോക്താക്കളെ കണ്ടെത്തിയത്. ഇതിൻ പ്രകാരം ഇന്ന് മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ വാങ്ങാനെത്തിയ ഗുണഭോക്താക്കളാണ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ആരോപണവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഞങ്ങൾ ആടിനും കോഴിക്കുമൊക്കെ അപേക്ഷ വെക്കുകയും ആടിനെ ഇവർ അനുവദിക്കുകയും ആടിന് കൈക്കൂലി കൊടുക്കാത്തതിൻ്റെ പേരിൽ ഇത്രയും നാളായിട്ട് ഇവർ ആടിനെ തന്നില്ല. അതിന് പുറമെ ഞങ്ങൾ കോഴിക്ക് വേണ്ടി 4-5 പ്രാവശ്യമായിട്ട് വരികയും അവർ 150 രൂപയ്ക്ക് 160 രൂപ വെച്ച് ഞങ്ങളോട് വാങ്ങിച്ചു. 10 രൂപ അവരുടെ കൈക്കൂലിയാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഈ പഞ്ചായത്തിൽ ചില വാർഡുകാർക്ക് മാത്രം കൊടുക്കുകയും ഞങ്ങളെപ്പോലെയുള്ള സാധുക്കൾക്ക് ഇവർ ഈ കോഴിയെ തരികയും ചെയ്യുന്നില്ല. ഒരു കോഴിക്കുഞ്ഞിന് 150 രൂപ നിരക്കിലാണ് വിതരണം. ഇങ്ങനെ ഒരു കുടുംബത്തിന് 6 കോഴിക്കുഞ്ഞുങ്ങളെ വീതം നൽകും. എന്നാൽ മൃഗാശുപത്രി അധികൃതർ ഗുണഭോക്താക്കളിൽ നിന്ന് ഒരു കോഴിക്കുഞ്ഞിന് 160 രൂപ വീതം വെച്ചാണ് വാങ്ങിയത്. കോഴിക്കുഞ്ഞുങ്ങളെ ലഭിച്ചതിന് ശേഷം കിട്ടുന്ന ബില്ലിൽ 150 രൂപയെ അടച്ചതായി കാണിച്ചിട്ടുള്ളൂവെന്നും ഇവർ പറയുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ 6 മാസക്കാലമായി മൃഗാശുപത്രിയിലെ ഡോക്ടർ കോഴിക്കുഞ്ഞു വിതരണം തടസ്സപ്പെടുത്തി വെച്ചിരിക്കുകയാണെന്നും ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ഒന്നും ഇവർ പൊതുജനങ്ങൾക്ക് നൽകുന്നില്ല എന്നും ആശുപത്രിയുടെ പ്രവർത്തനം ഇപ്പോൾ അവതാരത്തിലാണെന്നും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയകുമാർ ജയകുമാർ പറഞ്ഞു. ഒരു 3-4 പ്രാവശ്യം ഓട്ടോ വിളിച്ച് മൃഗാശുപത്രിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. വരുമ്പോഴെല്ലാം ഓരോരോ തടസ്സങ്ങൾ പറഞ്ഞ് ഡോക്ടർ അത് കോഴിയെ വിതരണം ചെയ്യാതെ ആൾക്കാരെ മടക്കി അയക്കുന്ന രീതിയാണ് കണ്ടുവരുന്നത്. ഈ ഡോക്ടറോട് ഒരു കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വിട്ടുകിട്ടിയ സ്ഥാപനമാണ് ഈ മൃഗാശുപത്രി. അവിടുത്തെ നിർവഹണവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങളും കൃത്യമായിട്ട് ഡോക്ടർ ചെയ്യാറില്ല. ആഴ്ചയിൽ 1-2 ദിവസമാണ് ഈ ഹോസ്പിറ്റലിൽ ഡോക്ടർ ഉണ്ടായിരിക്കുന്നത്. ബാക്കി ദിവസങ്ങളിലെല്ലാം തന്നെ ഇവിടെ വരുന്നതായും കാണാൻ സാധിക്കുന്നില്ല. പ്രശ്നം രൂക്ഷമായതോടെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ സ്ഥലത്തെത്തി ഗുണഭോക്താക്കളുമായും ഡോക്ടറുമായും സംസാരിച്ചു. ഇതോടെ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ മുട്ടക്കോഴി കുഞ്ഞു വിതരണം ഭാഗികമായി തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇടുക്കി വിഷൻ ന്യൂസ് ബ്യൂറോ, കാഞ്ചിയാർ. വാർത്തകളിൽ ചെറിയിടവേള. ഹൈറേഞ്ച് മേഖലയിൽ വിശ്വസ്തയുടെ 25 വർഷം പൂർത്തിയാക്കുന്ന വൈറ്റ് മാർട്ട് കൊച്ചുപുരയ്ക്കൽ ഏജൻസീസ് അവതരിപ്പിക്കുന്നു നിങ്ങൾക്കായി മഹാലാഭത്തിന്റെ മഹോത്സവം. ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കുവാൻ ലോകോത്തര ബ്രാൻഡുകളുടെ ടെലിവിഷൻ, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, മൈക്രോവേവ് ഓവൻ, മ്യൂസിക് സിസ്റ്റം, വാക്വം ക്ലീനർ, എയർ കണ്ടീഷണർ തുടങ്ങിയ എല്ലാത്തരം അപ്ലയൻസസും ഏറ്റവും വിലക്കുറവിൽ. കൂടാതെ ഈസി ഫിനാൻസ്, ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെന്റ്, ലോ EMI, സുതാര്യമായ വ്യവസ്ഥകൾ, ഏറ്റവും എളുപ്പം തവണകളിലൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അപ്ലയൻസസ് സ്വന്തമാക്കാം. വൈറ്റ് മാർട്ട് കൊച്ചുപുരയ്ക്കൽ ഏജൻസീസ്, എടശ്ശേരി ജംഗ്ഷൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കട്ടപ്പന. സുപ്രിയ ഗ്രീൻ ടീ 100% പ്രകൃതിദത്തമായത്. ഇപ്പോൾ നിങ്ങൾക്കിഷ്ടമായ ലെമൺ, തുളസി, മിന്റ് തുടങ്ങിയ സ്വാദിഷ്ടമായ ഫ്ലേവറുകളിലും ലഭിക്കുന്നു. ഗ്രീൻ ടീ ശീലമാക്കൂ, അമിത ഭാരത്തോട് വിട പറയൂ. ഗ്രീൻ ടീയിൽ സൂപ്പർ സുപ്രിയ ഗ്രീൻ ടീ, ടീ ബോർഡ് അംഗീകാരമുള്ളത്. എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും മറ്റു പ്രധാന കടകളിലും ലഭിക്കുന്നു. നിർമ്മാതാക്കൾ സുപ്രിയ ടീ കമ്പനി, അട്ടപ്പള്ളം, കുമളി, ഇടുക്കി ജില്ല. ഫോൺ നമ്പർ 9447311624. മീഡിയ രംഗത്ത് നിരവധി അവസരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. യൂണിവേഴ്സിറ്റി അംഗീകാരത്തോടെ ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മീഡിയ കോഴ്സ് പഠിക്കുവാൻ ഇതാ ഒരു സുവർണാവസരം. സിനിമ, സീരിയൽ, മാധ്യമ രംഗങ്ങളിലെ പ്രമുഖർ ക്ലാസുകൾ നയിക്കുന്നു. ഡയറക്ഷൻ, ക്യാമറ, എഡിറ്റിംഗ്, ആക്ടിംഗ് തുടങ്ങിയ 10 മേഖലകളിൽ പ്രൊഫഷണൽസ് ആകാം. പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. ലിമിറ്റഡ് സീറ്റ്സ് ഓൺലി. സ്വപ്നം കാണുന്നവന്റെയല്ല, സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നവന്റെയാണ് മീഡിയ ലോകം. ബിൽഡ് യുവർ ഫ്യൂച്ചർ. റെഡ് ഐ സ്കൂൾ ഓഫ് മീഡിയ, കട്ടപ്പന. ഉപ്പൻമാക്കൽ കാർഷിക നഴ്സറി, മേലച്ചിന. അത്യുൽപാദന ശേഷിയുള്ള കരിമുണ്ട, നീലമുണ്ടി, പന്നിയൂർവൺ കൊടുത്തൈകൾ, ഹൈബ്രിഡ് കൊക്കോ തൈകൾ, നാടൻ ജാതിയിൽ ബഡ് ചെയ്ത ജാതി തൈകളും, തെങ്ങ്, മാവ് മുതലായ ഫലവൃക്ഷ തൈകളും മിതമായ നിരക്കിൽ ലഭ്യമാകുന്ന ഹൈറേഞ്ചിലെ ഏക സ്ഥാപനം ഉപ്പൻമാക്കൽ കാർഷിക നഴ്സറി, മേലേച്ചിനാർ. ലഡു, ജിലേബി, ബേക്കറി ഐറ്റംസ് അത് എന്നതായാലും മൈ കൊച്ചിൻ. ജില്ലയിലെ ഏറ്റവും വലിയ ബേക്കറി മൈ കൊച്ചിൻ. ബേക്കറി, സൂപ്പർ മാർക്കറ്റ്, ഐസ്ക്രീം പാർലർ ആൻഡ് കോഫി കഫേ. ജില്ലയിൽ ആദ്യമായി മൈ കൊച്ചിൻ അവതരിപ്പിക്കുന്നു ലൈവ് ഐസിംഗ്.
1 മിനിറ്റിനുള്ളിൽ ബർത്ത്ഡേ കേക്കുകൾ. വിലക്കുറവിന്റെ വിസ്മയവുമായി സൂപ്പർ മാർക്കറ്റ്. റെഗുലർ കസ്റ്റമേഴ്സിനായി പ്രിവിലേജ് കാർഡുകൾ. മൈ കൊച്ചിൻ അതൊരു സംഭവമാണ് കേട്ടോ. ദ ടേസ്റ്റ് ഓഫ് ഗുഡ്നസ്. മൈ കൊച്ചിൻ, സെൻട്രൽ ജംഗ്ഷൻ, കട്ടപ്പന. സ്മൈൽ ആൻഡ് കെയർ മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്, കരുനാഗപ്പള്ളി അർക്കേഡ്, എരട്ടയാർ റോഡ്, കട്ടപ്പന. ഉദ്ഘാടനം ജൂൺ 5 തിങ്കളാഴ്ച രാവിലെ 11:30 ബഹുമാന്യനായ വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ എം എം മണി നിർവഹിക്കുന്നു. ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കും. സ്മൈൽ ആൻഡ് കെയർ മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്, കരുനാഗപ്പള്ളി അർക്കേഡ്, എരട്ടയാർ റോഡ്, കട്ടപ്പന. പകുതി ചിലവിൽ എക്സ്റേ വെൽഡിംഗ് പഠനം. സ്പാർക്ക് എക്സ്റേ വെൽഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. യോഗ്യത SSLC +2. വിജയകരമായി കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് പ്ലേസ്മെന്റും സർട്ടിഫിക്കറ്റും നൽകി വരുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ അവസരങ്ങളുള്ള തൊഴിൽ മേഖലകളിൽ ഏറ്റവും പ്രധാനമാണ് എക്സ്റേ വെൽഡിംഗ്. കഴിഞ്ഞ ബാച്ചുകളിൽ നിന്നായി 25ഓളം പേർ വിദേശത്ത് ജോലി നേടി മികച്ച ശമ്പളത്തിൽ ജോലി ചെയ്തു വരുന്നു. എക്സ്റേ വെൽഡിംഗിന് മാത്രമായി പ്രവർത്തിക്കുന്ന ജില്ലയിലെ ഏക സ്ഥാപനം സ്പാർക്ക് എക്സ്റേ വെൽഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, മഹ സിറ്റി കമ്മ്യൂണിറ്റി ഹാളിന് സമീപം, നെടുങ്കണ്ടം. ഫോൺ 8848770010. നിങ്ങളുടെ ജീവിത സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകുവാൻ CMI വൈദികർ നയിക്കുന്ന ചാവറ ഇൻസ്റ്റിറ്റ്യൂട്ട്, എറണാകുളം. പ്രഗത്ഭരായ അധ്യാപകർ, ആധുനിക സൗകര്യങ്ങൾ, തൊഴിലധിഷ്ഠിത കോഴ്സുകൾ. ഹോട്ടൽ മാനേജ്മെന്റ് ഡിഗ്രി ആൻഡ് ഡിപ്ലോമ കോഴ്സസ്, BSc ഹോട്ടൽ മാനേജ്മെന്റ് ഡിപ്ലോമ, കിച്ചൺ ആൻഡ് കേറ്ററിംഗ് ഓപ്പറേഷൻസ് ഡിപ്ലോമ, എയർലൈൻ ടൂറിസം ഡിഗ്രി ആൻഡ് ഡിപ്ലോമ കോഴ്സസ്, BBA എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ്, ക്യാബിൻ ക്രൂ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് ഡിപ്ലോമ, അയാട്ട ഫൗണ്ടേഷൻ ഡിപ്ലോമ. ചാവറ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് മീഡിയ സ്റ്റഡീസ്, ചാവറ കൾച്ചറൽ സെന്റർ, എറണാകുളം. വിളിക്കൂ 9994785004. ഇന്നു ഞാൻ ഓർക്കുന്നു ബാല്യകൗമാരവനാന്തര സുകൃതികൾ. അമ്മതന്നകിളിൽ അമൃതം നുണഞ്ഞതും നടക്കാൻ പഠിച്ചതും, യാത്ര പോയതും ജലസ്രോതസ്സു തേടി പിന്നെ അമ്മയോടൊത്ത് നീരാടി തുടിച്ചതും. കിർലോസ്കർ പമ്പ്സ്, ലോകം സാക്ഷ്യപ്പെടുത്തിയ ഗുണമേന്മ. കിർലോസ്കർ, കാലം തെളിയിച്ച വിശ്വാസം. അംഗീകൃത വിതരണക്കാർ GNS ഇലക്ട്രിക്കൽ സർവീസസ്, കട്ടപ്പന, നെടുങ്കണ്ടം. Jaguar, Parrywear, Bathix, Sanitary Wear and Bath Fittings, Supreme Piping Solution, WaterTech Taps, Diamond, Frankie, Metro തുടങ്ങിയ ബ്രാൻഡുകളുടെ കിച്ചൺ സിങ്കുകൾ. വൈക്കിംഗ്, എംബ്രാൻ, CP ഫിറ്റിംഗ്സ്. Make your home as you dream. കൊല്ലംകുടിയിൽ ഏജൻസീസ്, കട്ടപ്പന. കണ്ടില്ലേ, രോഹിണി കാലിത്തീറ്റയുടെ ഗുണം ഇപ്പൊ മനസ്സിലായില്ലേ? ഡോക്ടർ പറഞ്ഞത് വളരെ ശരിയാണ്. രോഹിണി കാലിത്തീറ്റ കൊടുത്തു തുടങ്ങിയത് മുതൽ ആ വ്യത്യാസം കണ്ടു തുടങ്ങി. അധികം പാല്, അധികം ലാഭം, കന്നുകാലികൾക്ക് ആരോഗ്യം. രോഹിണി കാലിത്തീറ്റ. കർഷകർക്കൊരു സന്തോഷ വാർത്ത. കേരളത്തിൽ ആദ്യമായി മണ്ണിനെ സ്നേഹിക്കുന്ന കർഷകർക്കായി ഒരു സമ്പൂർണ്ണ ജൈവവളം ജീവൻ പ്ലസ്. 12 തരം പിണ്ണാക്കുകളും മഞ്ഞൾപ്പൊടിയും, മഞ്ഞൾ വേസ്റ്റും, പുകയില വേസ്റ്റും, പ്രോട്ടീനുകളും, കാർബോഹൈഡ്രേറ്റുകളും മറ്റ് സൂക്ഷ്മ മൂലകങ്ങളും ചേർന്ന ഒരു സമ്പൂർണ്ണ ജൈവവളം. വേരുചീയൽ, തട്ടുമറിച്ചിൽ, അഴുകൽ രോഗങ്ങളിൽ നിന്നും ഏലച്ചെടിയെ സംരക്ഷിക്കുന്നതിന് ജുവൻ പ്ലസ് വണ്ടർ കേക്കുകൾ. ഇത് ഉപയോഗിക്കുമ്പോൾ ചെടിയുടെ രോഗപ്രതിരോധ ശേഷി 10 മടങ്ങായി വർദ്ധിക്കുന്നു. അപ്ലൈഡ് ഫോർ IMO സർട്ടിഫിക്കറ്റ് and ISO 9001-2008 certified products. Western Agro Trading Company, Srinima Building, Kumali. വാർത്തകൾ തുടരുന്നു. സമരങ്ങളുടെ പേരിൽ വ്യാപാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തരുതെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് സ്വാഗതാർഹമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാരിയിൽ കൃഷ്ണൻ നായർ. വ്യാപാര സ്ഥാപനങ്ങളുടെ സുഗമമായ പ്രവർത്തനങ്ങളെ വിവിധ സമരരൂപങ്ങളുടെ പേരിൽ തടസ്സപ്പെടുത്തുന്ന നടപടികൾക്കെതിരെ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്ന് അധികാരികൾക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടാണ് കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. അടുത്ത കാലത്ത് മൂന്നാർ ടൗൺ പ്രദേശത്ത് വിവിധ സംഘടനകൾ നടത്തിയ സമരങ്ങളെ തുടർന്ന് വ്യാപാര മേഖലയ്ക്കുണ്ടായ പ്രയാസങ്ങൾക്കെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മൂന്നാർ ഘടകം ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത റിട്ട് പിറ്റീഷനിലാണ് ജസ്റ്റിസ് ആന്റണി ഡൊമിനിക്, ജസ്റ്റിസ് KPI ജ്യോതീന്ദ്രനാഥ് എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. വാദിഭാഗത്തിനു വേണ്ടി സീനിയർ അഡ്വക്കേറ്റ് K. രഘു കോട്ടപ്പുറം അസോസിയേറ്റ്സ് ആണ് ഹാജരായത്. പൊതുജനങ്ങളെയും വിനോദസഞ്ചാരികളെയും ബന്ദികളാക്കി നടത്തിവരുന്ന പെട്ടെന്നുള്ള ബന്ദുകളും
അത്യാവശ്യ സാമൂഹ്യ സേവനങ്ങൾ നിഷേധിക്കുന്ന സമരമാർഗങ്ങളെ നിരോധിക്കണമെന്നത് സംഘടനയുടെ പ്രധാന ആവശ്യമായി ഉയർന്നു വന്നിട്ടുള്ളതായി ജില്ലാ പ്രസിഡന്റ് മാരിയിൽ കൃഷ്ണൻ നായർ പറഞ്ഞു. ഈ വിധി കണക്കിലെടുത്തുകൊണ്ട് ഹർത്താലും ബന്ദ് തുടങ്ങിയ സമരരൂപങ്ങൾ പെട്ടെന്ന് നടത്തുന്നതിനെതിരെ ഭരണഘടനാ ലംഘനം നടത്താത്ത വിധം ഹൈക്കോടതിയെ സമീപിക്കാനാണ് സംഘടന തീരുമാനിച്ചിട്ടുള്ളതെന്ന് പ്രസിഡന്റ് പറഞ്ഞു. വിധി മുൻ ആവശ്യങ്ങളോടുള്ള നീതിപീഠത്തിലെ അനുകൂല സമീപനമാകിയാൽ ഈ വിധി ഏറെ സ്വാഗതാർഹമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇടുക്കി വിഷൻ ന്യൂസ് തൊടുപുഴ. മികച്ച സേവനത്തിലൂടെ അവാർഡ് കരസ്ഥമാക്കിയ നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലെ ഹോംഗാർഡ് മോഹനൻ പിള്ളയെ പോലീസ് സ്റ്റേഷനിൽ ആദരിച്ചു. മുമ്പ് പട്ടാളത്തിലെ മെഡിക്കൽ വിഭാഗത്തിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ഇദ്ദേഹം കാർഗിൽ യുദ്ധസമയത്ത് മുറിവേറ്റ പട്ടാളക്കാർക്ക് ശുശ്രൂഷ നൽകിയത് അഭിമാനത്തോടെ ഓർമ്മിപ്പിക്കുന്നു. മരണത്തിന്റെ പക്കത്തു നിന്നും കഴിഞ്ഞ വർഷം ഒരു ജീവന് യഥാസമയം പ്രാഥമിക ശുശ്രൂഷ നൽകി രക്ഷിച്ച മികച്ച സേവനം നൽകിയതിനാണ് മുൻ സൈനികൻ കൂടിയായ തൂക്കുപാലം സ്വദേശി മോഹനൻ പിള്ളയ്ക്ക് മുഖ്യമന്ത്രിയിൽ നിന്നും മികച്ച സേവനത്തിന് അവാർഡ് ലഭിച്ചത്. നെടുങ്കണ്ടം ടൗണിന് സമീപം തൂങ്ങി മരിക്കാൻ ശ്രമിച്ച വ്യക്തിയെ യഥാസമയം പ്രഥമ ശുശ്രൂഷകൾ നൽകി ഇദ്ദേഹമാണ് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. 26 വർഷം ആർമി മെഡിക്കൽ ഗ്രൂപ്പിലാണ് ഇദ്ദേഹം സേവനം അനുഷ്ഠിച്ചിരുന്നത്. അപകടത്തിൽ നിന്നും പ്രഥമ ശുശ്രൂഷ എങ്ങനെ നൽകണമെന്നും തീപ്പൊള്ളൽ, പാമ്പുകടി, ജലാശയത്തിൽ മുങ്ങിപ്പോകുന്നവർ, തൂങ്ങി മരിക്കാൻ ശ്രമിക്കുന്നവർ എന്നിങ്ങനെ ഉള്ള വ്യക്തികളെ പ്രഥമ ശുശ്രൂഷ നൽകി എങ്ങനെ ജീവിതത്തിലേക്ക് തിരികെ കൊള്ളണമെന്നും ഇദ്ദേഹം പഠിച്ചിരുന്നു. ഈ പരിശീലനം ലഭിച്ചത് ആർമി മെഡിക്കൽ കോറിൽ നിന്നുമായിരുന്നു. കാർഗിൽ യുദ്ധസമയത്ത് കുപ്വാരയിൽ സൈനികർക്ക് പ്രഥമ ശുശ്രൂഷ നൽകിയത് തൻ്റെ ജീവിതത്തിലെ മികച്ച സേവനമായി ഇദ്ദേഹം കരുതുന്നതായും ഇടുക്കി വിഷനെ അറിയിച്ചു. വിരമിച്ചതിന് ശേഷം ഹോംഗാർഡായി നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ 6 വർഷക്കാലമായി തൻ്റെ സേവനം തുടരുകയാണ്. നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിൽ നടന്ന ആദരിക്കൽ ചടങ്ങിൽ സബ് ഇൻസ്പെക്ടർ സോൾജിമൽ മാത്യു മോഹനൻ പിള്ളയെ പൊന്നാടയണിയിച്ചു. ജീവനക്കാരുടെ ഉപഹാരവും നൽകി. യോഗത്തിൽ ജെയ്സ് പി ജേക്കബ്, റജിമോൻ CB, ആന്റണി CD, ബിജുകുമാരി, തങ്കപ്പൻ, സുധാകരൻ, ഇന്ദിര തുടങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥർ സംസാരിച്ചു. GK രാജശേഖരൻ, ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. പരിസ്ഥിതി ദിനാചരണം കഴിഞ്ഞു. ആരവങ്ങളുടെയും ആർപ്പുവിളികളുടെയും അകമ്പടിയോടെ ഓരോ പരിസ്ഥിതി ദിനത്തിലും നട്ടുവെക്കുന്ന വൃക്ഷത്തൈകൾക്ക് എന്ത് സംഭവിച്ചു? ചെമ്പകപ്പാറ ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. വളരെ പ്രാധാന്യത്തോടെ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തു നടത്തിയ ഈ വർഷത്തെ പരിസ്ഥിതി ദിനാചരണം ഏറെ ജനശ്രദ്ധയാകർഷിച്ചിരുന്നു. 1 കോടി വൃക്ഷത്തൈകളാണ് സർക്കാർ നേതൃത്വത്തിൽ ഇത്തവണ ജൂൺ 5-ന് സംസ്ഥാനമൊട്ടാകെ നട്ടത്. ഇതിനുവേണ്ടി കോടികൾ മുടക്കി വനം വകുപ്പ് നേരത്തെ തന്നെ തൈകൾ തയ്യാറാക്കിയിരുന്നു. വർഷത്തിലൊരിക്കൽ റോഡരികിലും പൊതുസ്ഥലത്തും നട്ടുപിടിപ്പിക്കുന്ന ഈ തൈകൾക്ക് പിന്നീട് എന്ത് സംഭവിച്ചുവെന്ന് ആരും അന്വേഷിക്കാറില്ല. വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ദേശീയ സംസ്ഥാന പാതയോരങ്ങളിൽ സംരക്ഷണ വേലി കെട്ടി വർഷാവർഷം വൃക്ഷത്തൈകൾ നടാറുണ്ട്. ആയിരക്കണക്കിന് രൂപ മുടക്കിയാണ് ഓരോ തൈകളും വഴിയോരത്ത് നട്ടുവയ്ക്കുന്നത്. ഇവ പലപ്പോഴും വെള്ളമൊഴുകിപ്പോകുന്ന ഓടയിലോ 11 kV വൈദ്യുതി കമ്പികൾക്കടിയിലോ ആയിരിക്കും. നട്ടുകഴിഞ്ഞാൽ പിന്നീട് ഈ തൈകൾ സംരക്ഷിക്കണമെന്ന താൽപര്യം വനം വകുപ്പ് കാണിക്കാറില്ല. സാമൂഹ്യ വിരുദ്ധരും കന്നുകാലികളും നശിപ്പിക്കുന്നത് കൂടാതെ തീയിട്ടും വൃക്ഷത്തൈകൾ നശിപ്പിക്കപ്പെടുന്നു. ഇവ നശിപ്പിക്കപ്പെട്ടാൽ മാത്രമേ വരും വർഷം അതേ സ്ഥലത്ത് തൈകൾ നടുവാൻ സാധിക്കുകയുള്ളൂ എന്ന സമീപനമാണ് ഇവർ സ്വീകരിക്കാറുള്ളത്. സാമൂഹ്യ വനവൽക്കരണത്തിനു വേണ്ടി വർഷാവർഷം ചെലവിടുന്ന കോടികൾ ആരുടെയൊക്കെ പോക്കറ്റിലേക്കാണ് ഒഴുകുന്നത് എന്ന് അന്വേഷിക്കുവാനും ആരും തയ്യാറാകില്ലെന്ന് നമുക്കറിയാം. ഓരോ വർഷവും പരിസ്ഥിതി ദിനത്തിൽ നട്ടുവയ്ക്കുന്ന വൃക്ഷത്തൈകൾ മാത്രം നിലനിന്നിരുന്നെങ്കിൽ കേരളം പണ്ടേ കൊടും വനമായി പരിണമിക്കുമായിരുന്നു. എല്ലാ വർഷവും ഈ വഴി സൈഡിൽ മരത്തൈയൊക്കെ നടും, പക്ഷേ സംരക്ഷിക്കുന്നില്ല. സംരക്ഷിക്കാൻ തയ്യാറായി മാത്രമേ നിലനിൽക്കൂ. എന്നാൽ തീ കയറി പോകും, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പറിച്ചു കളയും. ഇവിടെ വഴിയോരങ്ങളിലൊക്കെ ഒട്ടേറെ തണൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാറുണ്ട്, പക്ഷേ അതിൻ്റെ സംരക്ഷണം നമ്മൾ ഉദ്ദേശിച്ച തരത്തിലേക്ക് പോകുന്നില്ല. ഇത്തവണ പരിസ്ഥിതി ദിനത്തിൽ സംസ്ഥാന സർക്കാർ 2 വരി പാതയായി പ്രഖ്യാപിച്ച വെട്ടിക്കാമറ്റം ഇരട്ടയാർ റോഡരികിൽ സംരക്ഷണ വേലി തയ്യാറാക്കി വൃക്ഷത്തൈകൾ നട്ടത് ആർക്കു വേണ്ടിയാണെന്ന് അത് നട്ടവർക്ക് പോലും അറിയില്ല. ഓരോ പരിസ്ഥിതി ദിനത്തിലും കോടികൾ ചെലവിട്ട് നടത്തുന്ന വൃക്ഷത്തൈ വിതരണവും പരിസ്ഥിതി ബോധവൽക്കരണ സെമിനാറുകളും കേവലം വാർത്താ പ്രാധാന്യത്തിനു വേണ്ടി മാത്രമായി ചുരുങ്ങുന്ന അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഈ സ്ഥിതിക്ക് മാറ്റമുണ്ടായില്ലെങ്കിൽ അത് വരും തലമുറയോട് ചെയ്യുന്ന കൊടും ക്രൂരതയാണെന്നുള്ള തിരിച്ചറിവോടെയുള്ള പ്രവർത്തനമാണ് ഇനി വേണ്ടത്. KS മധു, ഇടുക്കി വിഷൻ ന്യൂസ്, ചെമ്പകപ്പാറ. കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ പട്ടയം ലഭിക്കാത്ത കൃഷിക്കാരുടെ കൺവെൻഷൻ നെടുങ്കണ്ടത്ത് സംഘടിപ്പിച്ചു. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് CV വർഗീസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കൺവെൻഷന് ശേഷം തുടർ പ്രക്ഷോഭങ്ങൾ നടത്തി കർഷകർക്ക് പട്ടയം ലഭ്യമാക്കാനാണ് കർഷക സംഘത്തിന്റെ തീരുമാനം.
കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ പട്ടയം ലഭിക്കാത്ത കർഷകരുടെ കൺവെൻഷൻ നെടുങ്കണ്ടത്ത് നടന്നു. നെടുങ്കണ്ടം, കരുണാപുരം, പാമ്പാടുംപാറ പഞ്ചായത്തുകളിൽ അപേക്ഷ നൽകിയവരും നൽകാത്തവരുമായ പട്ടയം ലഭിക്കാനുള്ള കർഷകരുടെ പ്രത്യേക കൺവെൻഷനാണ് കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്തത്. 1/1/1977 മുമ്പ് കുടിയേറിയ കർഷകരുടെ കൈവശ ഭൂമിക്ക് പട്ടയം നൽകാവുന്നതാണ്. ഇതുകൂടാതെ 28,880 ഹെക്ടർ സ്ഥലത്തിന് പട്ടയം നൽകാൻ സുപ്രീം കോടതിയും അനുവദിച്ചിട്ടുണ്ട്. 1963 ആക്ട് അനുസരിച്ചും 1993 ഭൂമി പതിവ് ചട്ടപ്രകാരവും പട്ടയം കൊടുക്കുവാൻ യാതൊരു തടസ്സവുമില്ലാത്ത സ്ഥലങ്ങൾക്ക് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം പട്ടയം ലഭ്യമാകുന്നില്ല. റവന്യൂ ഉദ്യോഗസ്ഥരുടെ തെറ്റായ സമീപനം മൂലം ജില്ലയിലെ കൈവശ ഭൂമിക്കാരും ദുരിതം അനുഭവിക്കുന്നു. 60 വർഷം മുമ്പ് പാട്ടത്തിന് നൽകിയ ഭൂമി ഇപ്പോഴും പലരുടെയും കൈവശത്തിലാണ്. ഇവിടെ ഏലം, കുരുമുളക്, കാപ്പി തുടങ്ങിയ കൃഷിദേഹങ്ങൾ കർഷകർ നട്ടുപിടിപ്പിക്കുകയും ചെയ്തു. ഇത്തരം ഭൂമിക്കും പട്ടയം നൽകണമെന്നും കർഷക സംഘം ആവശ്യപ്പെട്ടു. പടിഞ്ഞാറേക്കവല വികസന സമിതി സ്റ്റേജിൽ നടന്ന കൺവെൻഷന്റെ ഉദ്ഘാടനം കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് CV വർഗീസ് നിർവഹിച്ചു. കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന 9117 ചതുരശ്ര കിലോമീറ്ററായി ഇടുക്കി ജില്ലയുടെ വനഭൂമിയുടെ, കേരളത്തിലെ വനഭൂമിയുടെ പരിധി നിർണ്ണയിച്ചുകൊണ്ട് തീരുമാനം വരുമ്പോൾ സ്വാഭാവികമായും കസ്തൂരിലേക്ക് അതനുസരിച്ച് വിജ്ഞാപനം ഇറങ്ങാനാണ് സാധ്യത. അതാണ് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിജ്ഞാപനം വരുന്നതിനോടുകൂടി കസ്തൂരിലേക്ക് ഗാർഗി റിപ്പോർട്ട് എന്ന് പറയുന്ന വിഷയത്തിന്റെ പേരിൽ നമുക്ക് എന്നുള്ള നിലനിൽക്കുന്ന പട്ടയം ലഭിക്കുന്നതിനുള്ള തടസ്സങ്ങളോ അവർ ആ ഒഴിവാകുന്നതിന് വേണ്ടി വരുന്ന സന്ദർഭത്തെ നമ്മൾ പ്രയോജനപ്പെടുത്താൻ കഴിയണം. യോഗത്തിൽ M. സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ PM ബഷീർ, NK ഗോപിനാഥൻ, കർഷക സംഘം ഭാരവാഹികളായ TK ശശിധരൻ, K. രാമേന്ദ്രൻ നായർ, G. പ്രതാപൻ, TK പങ്കജാക്ഷൻ, അബ്ദുൾ റഹീം തുടങ്ങിയവർ പ്രസംഗിച്ചു. രാജ്യവ്യാപകമായി ഇന്ധനവില എല്ലാ ദിവസവും പുതുക്കുവാൻ പൊതുമേഖലാ എണ്ണ കമ്പനികളുടെ തീരുമാനം. ജൂൺ 16 മുതൽ രാജ്യവ്യാപകമായി ഈ രീതി നിലവിൽ വരും. രാജ്യത്ത് ഇന്ധനവില എല്ലാ ദിവസവും പുതുക്കാൻ പൊതുമേഖലാ എണ്ണ കമ്പനികളുടെ തീരുമാനം. ജൂൺ 16 മുതൽ രാജ്യവ്യാപകമായി ഈ രീതി നിലവിൽ വരും. പൊതുമേഖലാ എണ്ണ കമ്പനികളാണ് പെട്രോളിന്റെയും ഡീസലിന്റെയും വില നിശ്ചയിക്കുക. നേരത്തെ പരീക്ഷണാടിസ്ഥാനത്തിൽ 5 നഗരങ്ങളിൽ കഴിഞ്ഞ മാസം ഈ പദ്ധതി നടപ്പിലാക്കിയിരുന്നു. 2 ആഴ്ച കൂടുമ്പോൾ എണ്ണവില പുതുക്കുന്ന രീതിയാണ് രാജ്യത്ത് പിന്തുടർന്നു വന്നിരുന്നത്. എന്നാൽ ആഗോള വിപണിയിലെല്ലാം എണ്ണവില ദിനംപ്രതി പുതുക്കുന്ന രീതിയാണ് നിലവിലുള്ളത്. ഇക്കഴിഞ്ഞ മെയ് 1 മുതലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ രാജ്യത്ത് 5 നഗരങ്ങളിൽ ദിവസേന എണ്ണവില പുതുക്കി പരീക്ഷിച്ചത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നിവയുടെ ഉടമസ്ഥതയിലുള്ളതാണ് രാജ്യത്തെ 95% പെട്രോൾ പമ്പുകളും. നിലവിൽ ഓരോ മാസവും 1-ാം തീയതിയും 16-ാം തീയതിയുമാണ് രാജ്യാന്തര വിപണിയിലെ എണ്ണവില കണക്കിലെടുത്ത് നിരക്ക് വർദ്ധിപ്പിക്കുന്നത്. എന്നാൽ ജൂൺ 16 മുതൽ രാജ്യത്ത് എല്ലായിടത്തും അന്താരാഷ്ട്ര വിപണിയിലെ എണ്ണവിലയിലെ ഏറ്റക്കുറിച്ചിലുകൾ അനുസരിച്ച് പരിഷ്കരിക്കും. ആഗോള വിപണിയിലെ ഏറ്റക്കുറിച്ചിലുകൾക്ക് ആനുപാതികമായി ദിനംപ്രതി എണ്ണവില നിശ്ചയിക്കുന്നത് ഉപഭോക്താക്കൾക്കും ഏറെ ആശ്വാസകരമാകുമെന്നാണ് വിലയിരുത്തൽ. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന. വീഴ്ചയിൽ ശരീരം തളർന്ന ഗ്രഹനാഥനും കുടുംബവും ആശ്രയമില്ലാതെ കണ്ണീരുമായി കഴിയുന്നു. കല്ലാർ രാജേഷ് വിലാസത്തിൽ രാജേഷാണ് തുടർ ചികിത്സയ്ക്കും ദൈനംദിന ചിലവുകൾക്കുമായി ബുദ്ധിമുട്ടുന്നത്. നെടുങ്കണ്ടം കല്ലാർ സ്വദേശിയായ രാജേഷ് വിലാസത്തിൽ രാജേഷ് എന്ന 30 വയസ്സുള്ള യുവാവാണ് തെങ്ങിൽ നിന്നും വീണ് ശരീരത്തിൻ്റെ ചലനശേഷി നഷ്ടപ്പെട്ട് വീടിൻ്റെ ഇറയത്ത് ഇരിക്കുന്നത്. 2 വർഷം മുമ്പാണ് കല്ലാറിലെ സർവീസ് സെൻ്റർ ജീവനക്കാരനായിരുന്ന രാജേഷ് മറ്റു ജോലികൾക്കൊപ്പം തെങ്ങിൽ കയറി തേങ്ങയിടുവാൻ പോയത്. തെങ്ങിൽ കയറുന്നതിനിടെ പിടിവിട്ട് പാറയ്ക്ക് മുകളിലേക്ക് പതിക്കുകയും തലയും കൈകാലുകളും പൊട്ടുകയും ഒടിയുകയും ചെയ്തു. നടക്കത്തില്ല. ഒന്ന് വെളിക്കിറങ്ങാൻ പോകാൻ നോക്കിയാൽ, മൂത്രം ഒഴിക്കാൻ പോകാൻ, ഒന്നിനും പോകാൻ നോക്കിയില്ല. പിള്ളേർ 2 പേര് പെണ്ണും ഒരാണും ഉണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിലെ 6 മാസത്തെ ചികിത്സയ്ക്ക് ശേഷം ജീവൻ മാത്രം അവശേഷിക്കുമ്പോൾ ഇദ്ദേഹം വീട്ടിലെത്തുകയും ചെയ്തു. ഭാര്യയുടെയും 2 കുട്ടികളുടെയും പ്രായമായ മാതാവിൻ്റെയും ഏക സംരക്ഷണ മാർഗവും രാജേഷിൻ്റെ വരുമാന മാർഗങ്ങളായിരുന്നു. വീടിൻ്റെ ഉമ്മറത്ത് തന്നെ ഇരുന്നാണ് മലമൂത്ര വിസർജനവും മറ്റും നിർവഹിക്കുന്നത്. കുട്ടികൾ വിദ്യാലയത്തിലും ഭാര്യ വല്ലപ്പോഴും കിട്ടുന്ന കൂലിപ്പണിക്കും മറ്റും പോകുമ്പോൾ രാജേഷ് ഉമ്മറത്തിരുന്ന് ഉറക്കെ കരയുന്നു. കരച്ചിലും മറ്റും കേട്ട് ആരെങ്കിലും രാജേഷിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഭക്ഷണ സാധനങ്ങളോ പണമോ മറ്റോ നൽകിയാൽ കരഞ്ഞുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം ഇത് സ്വീകരിക്കുന്നത്. കല്ലാറ്റിലെ പാറപ്പുറമ്പോക്കിലുള്ള വീട്ടിലാണ് ഇദ്ദേഹം കഴിഞ്ഞുകൂടുന്നത്. കൈ അടക്കുമ്പോൾ കാലും വയ്യ, എനിക്ക് നടക്കാനും വയ്യ. പിന്നെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോകാതെ പറഞ്ഞേക്കുക. നാട്ടുകാരുടെയും സുമനസ്സുകളുടെയും സഹായം എത്തണമെന്ന് പ്രദേശവാസി അറിയിച്ചു. GK രാജശേഖരൻ, ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. ഇനി കമ്പോള വാർത്തകളിലേക്ക്. സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷനിൽ നടന്ന ഏലക്ക ലേലത്തിൽ 5376 കിലോ കായ് പതിഞ്ഞു. കൂടിയ വില 1098 രൂപ, ശരാശരി വില 919 രൂപ.
ഇനി കട്ടപ്പനയിലെ കമ്പോള വില നിലവാരം. കമ്പോളം സമാപിക്കുന്നു. ഇനി സ്വർണം വെള്ളി നിരക്കുകളിലേക്ക്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. വിറകിലോടുമായി പോയ പിക്കപ്പ് വാൻ തലകീഴായി മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. മുരിക്കടി സ്വദേശികളായ തങ്കരാജ തമിഴ് സെൽവി ദമ്പതികളുടെ മകൻ അനീഷാണ് അപകടത്തിൽ മരിച്ചത്. 1951 പട്ടയക്കുടി ആദിവാസികൾക്കായി ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും കൂടി നൽകിയ കുടിപ്പള്ളിക്കടവും സ്ഥലവും വണ്ണപ്പുറം പഞ്ചായത്ത് അധികാരികൾ ലേലം ചെയ്ത് കൃഷി ആവശ്യത്തിനായി സ്വകാര്യ വ്യക്തിക്ക് നൽകിയതായി ആരോപണം. ഒഴിപ്പിക്കൽ നടപടികൾക്ക് നിയന്ത്രണമായതോടെ മൂന്നാറിൽ വീണ്ടും അനധികൃത നിർമ്മാണം തകൃതിയിൽ. കുമളി 1-ാം മൈലിൽ വെച്ച് മാധ്യമപ്രവർത്തകന് മർദ്ദനം. വീക്ഷണം കുമളി റിപ്പോർട്ടർ അനൂപ് സ്കറിയയ്ക്കാണ് മർദ്ദനമേറ്റത്. തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന ഈനാമ്പേച്ചിയുടെ ശൽക്കങ്ങളുമായി 4 പേർ വനംവകുപ്പിന്റെ പിടിയിലായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം നാട്ടുവിശേഷം കാണാം. നമസ്കാരം. ഇടുക്കി വിഷൻ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഡിസൈനിംഗ് ഇൻ പ്രൗഡി ഗായത്രി ഡിസൈൻസ്. Materials, sarees, designing, stitching, ladies ranges in all categories. Gayatri Designs.